കൺമണി ഇല്ലാത്ത മൂന്നാമത്തെ എപ്പിസോഡാണ്. കൺമണി എവിടെ? കൺമണിക്ക് എന്താണ് സംഭവിച്ചത്? കൺമണി ഈ സീരിയലിൽ നിന്ന് മാറിയിട്ടില്ല എന്നാണ് ഒരു മെമ്പർ കമന്റ് സെക്ഷനിൽ പറഞ്ഞിരിക്കുന്നത്. അത് അങ്ങനെ തന്നെയാകട്ടെ. അങ്ങനെ മാലപ്പടക്കത്തിന് തിരി കൊളുത്താൻ പോവുകയാണ്. ഇന്നത്തെ എപ്പിസോഡിൽ ആദ്യം കാണിക്കുന്ന ബലരാമൻ സുമിത്രയോട് നല്ല ദേഷ്യത്തിൽ കൺമണിയെ കുറിച്ച് ചോദിക്കുകയാണ്. അമ്മ കൺമണി എന്തെങ്കിലും ചെയ്തോ എന്ന് ചോദിക്കുകയാണ്. എന്നാൽ അത് കേട്ട് സുമിത്രയ്ക്ക് ദേഷ്യം വരികയാണ്. തുടർന്ന് സുമിത്രനെ ബലരാമനോട് ദേഷ്യപ്പെടുകയാണ്. നമ്മളെ ഏറ്റവും വലിയ ശത്രുവിന്റെ ആരാധകനായി മാറിയിരിക്കുകയാണ് നീ എന്ന് പറഞ്ഞുകൊണ്ട് ബലരാമനെ കുറ്റപ്പെടുത്തുകയാണ്. തുടർന്ന് സുമിത്ര ബാലുവിനെയും കൊണ്ട് അവിടുന്ന് പോകാൻ ഒരുങ്ങുമ്പോൾ ബലരാമൻ വീണ്ടും അമ്മയെ തടയുകയാണ്. അമ്മ അങ്ങനെ വെറുതെ പോകാനൊന്നും ഉദ്ദേശിക്കണ്ട, ഞാൻ ചോദിച്ചിട്ട് സമാധാനം പറഞ്ഞിട്ട് അമ്മ പോയാൽ മതി എന്ന് പറയുകയാണ്. അമ്മയല്ലേ വിദ്യയോട് കൺമണിയെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തത്, നമുക്ക് വേണ്ടി ആ ഡിസൈൻ വരച്ചു തന്ന് കൺമണിയാണെന്നുള്ള കാര്യം വിദ്യയോട് പറഞ്ഞത് അമ്മയല്ലേ എന്ന് ചോദിക്കുകയാണ്. എന്നാൽ അത് കേട്ട് സുമിത്ര, അതെ ഞാൻ തന്നെയാണ് വിദ്യയോട് ആ കാര്യങ്ങളെല്ലാം പറഞ്ഞത്. അത് മാത്രമല്ല വിദ്യയോട് ഞാൻ അത് പറഞ്ഞിട്ട് വിദ്യയെ ഞാൻ സാഗറിന്റെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടത് ഞാൻ തന്നെയാണെന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് ബലരാമന് ദേഷ്യം വരികയാണ്. തുടർന്ന് ബലരാമൻ പിന്നെ സുമിത്രയോട് അമ്മ എന്തിനാണ് ആ വൃത്തികെട്ട പരിപാടി ചെയ്തതെന്ന് ചോദിക്കുകയാണ്. കണ്ടില്ലേ, അത് കാരണം കൺമണിയെ ഇപ്പോൾ എല്ലാവരും തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്, കൺമണിയെ അവരെ അരികിൽ നിന്ന് പുറത്താക്കിയെന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് സുമിത്രയ്ക്ക് ദേഷ്യം വരികയാണ്. തുടർന്ന് സുമിത്ര പിന്നെ ബലരാമനോട് സത്യത്തിൽ വിദ്യയോട് അങ്ങനെ ചെയ്യേണ്ടത് ഞാനല്ലായിരുന്നു, നീ തന്നെയായിരുന്നു ചെയ്യേണ്ടത്, നീ അത് ചെയ്യാത്തത് കൊണ്ടാണ് എനിക്കതൊക്കെ ചെയ്യേണ്ടി വന്നത് എന്നും കൂടി പറയുകയാണ്. സുമിത്ര, നിനക്കിപ്പോൾ ഞങ്ങളാരെയും വേണ്ട, നിനക്കിപ്പോൾ പുതിയ അച്ഛനും അമ്മയൊക്കെ ഉണ്ടല്ലോ, നിനക്കിപ്പോൾ കൂറ് അവരോടാണെന്നൊക്കെ പറഞ്ഞ് ബലരാമനെ കുറ്റപ്പെടുത്തുകയാണ്. അവിടുന്ന് എനിക്ക് നിന്നോട് സംസാരിക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും സുമിത്ര അവിടുന്ന് പോകാൻ ഒരുങ്ങുകയാണ്. എന്നാൽ ഈ സമയത്ത് ബലരാമൻ വന്നിട്ട് സുമിത്രയുടെ കൈ പിടിച്ച് സുമിത്രയെ തടയുകയാണ്. എന്നാൽ അത് കണ്ട് സുമിത്രയ്ക്ക് ദേഷ്യം വരികയാണ്. നിനക്ക് എന്റെ ദേഹത്ത് തൊടാൻ എങ്ങനെ ധൈര്യം വന്നു എന്ന് ചോദിച്ചുകൊണ്ട് ബലരാമന്റെ മുഖത്തിട്ട് ടപ്പേ ടപ്പേ എന്ന് പറഞ്ഞ് സുമിത്ര അടിക്കുകയാണ്. ബലരാമന് സുമിത്ര ഒരു അമ്മയാണ്, പക്ഷെ സുമിത്രയ്ക്ക് ബലരാമൻ ഒരു മകനല്ല, ഒരു അന്യപുരുഷനാണ്. അതുകൊണ്ട് തന്നെയാണ് ബലരാമൻ തന്റെ കയ്യിൽ പിടിച്ചപ്പോൾ സുമിത്ര അതെല്ലാം മറന്ന് ബലരാമനോട് ദേഷ്യപ്പെട്ടത്. എന്നാൽ അതെല്ലാം കേട്ട് ആകെ ഞെട്ടി നിൽക്കുകയാണ് ബലരാമൻ. തുടർന്ന് സുമിത്ര തന്റെ ദേഷ്യമെല്ലാം ബാലുവിനോടാണ് പറയുന്നത്. സുമിത്ര പിന്നെ ബാലുവിനോട്, കണ്ടില്ലേ ബാലു, കൺമണിയെ കാണാത്തതിനെ ബലരാമൻ നമ്മളെ സംശയിക്കുന്നു, കൺമണിയെ കാണാത്തതിന് സമാധാനം ഞാൻ പറയണമെന്നാണ് ഇവൻ പറയുന്നത്. ഇത് പറഞ്ഞുകൊണ്ട് നല്ല ദേഷ്യത്തിൽ സുമിത്ര ബാലുവിനെ കൂട്ടിക്കൊണ്ട് അവിടെ പോവുകയാണ്. എന്നാൽ അമ്മ പറഞ്ഞ കാര്യങ്ങളൊന്നും ബലരാമൻ അത്രയ്ക്ക് വിശ്വാസമായിട്ടില്ല. ബലരാമന്റെ മനസ്സിൽ പല സംശയങ്ങളുമുണ്ട്. തുറന്ന് കാണിക്കുന്നത് ധനലക്ഷ്മിയാണ്. ധനലക്ഷ്മി മൊബൈലിൽ സെൽഫി ക്യാമറ ഓൺ ആക്കിയിട്ട് കവിള് നോക്കുകയാണ്. അച്ഛനടിച്ച ഭാഗത്ത് നല്ല പാട് വന്നിരിക്കുകയാണ്. തന്റെ കവിളിങ്ങനെ തലോടിക്കൊണ്ട് നിൽക്കുകയാണ്. പല്ലെങ്ങാനും തെറിച്ചു പോയോ ഇതൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് ധനലക്ഷ്മി. ഈ സമയത്ത് അങ്ങോട്ടേക്ക് കട്ട കലിപ്പിൽ മനോജ് വരികയാണ്. മനോജ് നേരെ വന്ന് ധനലക്ഷ്മിയുടെ കഴുത്തിൽ കുത്തിപ്പിടിച്ച് രണ്ട് കവിളിലും അടിയോടടിയാണ്. മനോജിന്റെ പെട്ടെന്നുള്ള ആക്രമണത്തിൽ ധനലക്ഷ്മി ആകെ പതറിപ്പോവുകയാണ്. തുറന്ന മനോജ് നല്ല ദേഷ്യത്തിൽ പിന്നെ ധനലക്ഷ്മിയോട് സത്യം പറയട്ടെ, കൺമണി എവിടെയാണ്, നീ കൺമണി എന്താണ് ചെയ്തതെന്ന് നല്ല ദേഷ്യത്തിൽ ചോദിക്കുകയാണ്. എന്നാൽ അപ്പോഴും ധനലക്ഷ്മി കാര്യങ്ങളൊന്നും മനസ്സിലായിട്ടില്ല. ധനലക്ഷ്മി ആകെ കണ്ണു തള്ളി നിൽക്കുകയാണ്. തുടർന്ന് ധനലക്ഷ്മി പിന്നെ മനോജിനോട്, എന്തുട്ട കൺമണിയെ കുറിച്ച് എല്ലാവരും എന്നോട് ചോദിക്കുന്നത്, കുറച്ചു മുമ്പ് അച്ഛന്റെ കലാപരിപാടി കഴിഞ്ഞേ ഉള്ളൂ, ഇപ്പോൾ നിങ്ങളും തുടങ്ങിയോ, ഞാൻ കൺമണിയെ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് മനോജ്, ഞാനത് വിശ്വസിക്കാൻ തയ്യാറല്ല എന്ന് പറയുകയാണ്. നീ സത്യം പറഞ്ഞോ, നീ കൺമണി എന്താണ് ചെയ്തതെന്ന് ചോദിക്കുകയാണ്. കൺമണി നീ എവിടെയാണ് പൂട്ടിയിട്ടിരിക്കുന്നതൊക്കെ ചോദിച്ചുകൊണ്ട് ധനലക്ഷ്മിയോട് ദേഷ്യപ്പെടുകയാണ് മനോജ്. എന്നാൽ ഈ സമയത്ത് അങ്ങോട്ടേക്ക് ശ്രീനി വരികയാണ്. തുറന്ന മനോജ് ധനലക്ഷ്മിയുടെ കഴുത്തിൽ കുത്തി പിടിച്ചിട്ടാണ് നിൽക്കുന്നത്. നീ മര്യാദയ്ക്ക് സത്യം പറഞ്ഞോ, അതല്ലെങ്കിൽ ഞാൻ നിന്നെ കൊന്നുകളയുമെന്ന് പറയുകയാണ്. തുറന്ന് ധനലക്ഷ്മി നല്ല ദേഷ്യത്തിൽ പിന്നെ മനോജിനോട്, കൺമണിയെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, കൺമണി വല്ലോടത്തേക്ക് ഒളിച്ചോടി പോയിട്ടുണ്ടാകുമെന്ന് പറയുകയാണ്. പെങ്ങളെ നേരെ ചൂനെ വളർത്തണം, ഇങ്ങനെ അഴിച്ചുപിടിക്കുകയല്ല വേണ്ടത്, എന്നിട്ട് ഇപ്പോൾ എന്റെ മേത്തേക്ക് കുതിര കയറാൻ വന്നിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ് ധനലക്ഷ്മി തിരിച്ചടിക്കുകയാണ്. എന്നാൽ അത് കേട്ട് മനോജിന് വീണ്ടും ദേഷ്യം വരികയാണ്. തുടർന്ന് മനോജ് വീണ്ടും ധനലക്ഷ്മിയോട്, നീ സത്യം പറഞ്ഞ ധനലക്ഷ്മി, നീ കൺമണി എന്താണ് ചെയ്തതെന്ന് ചോദിക്കുകയാണ്. ഇതും പറഞ്ഞുകൊണ്ട് വീണ്ടും മനോജ് ധനലക്ഷ്മിയെ അടിക്കാൻ ഇങ്ങനെ കൈയോങ്ങി നിൽക്കുകയാണ്. തുടർന്ന് ധനലക്ഷ്മി പിന്നെ മനോജിനോട്, ഇനി എന്റെ ദേഹത്ത് കൈവച്ചാൽ ഞാൻ ഈ ഉത്തരത്തിൽ കെട്ടി തൂങ്ങിച്ചാകുമെന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് മനോജ് നല്ല ദേഹത്തിൽ, വേണ്ടടി നീ അത്രയും കഷ്ടപ്പെട്ട് ചാവണ്ട, നിന്നെ ഞാൻ തന്നെ കൊന്നോളാം എന്ന് പറഞ്ഞുകൊണ്ട് മനോജ് വീണ്ടും ധനലക്ഷ്മിയുടെ കഴുത്തിൽ കുത്തി പിടിക്കാൻ നിൽക്കുകയാണ്. അല്ലെങ്കിലോ കൺമണിയോ കാണാനില്ല, അതിന്റെ ഇടയിൽ നിങ്ങൾ ഇങ്ങനെ പരസ്പരം അടി കൂടിയിട്ട് എന്താണ് കാര്യമെന്ന് ചോദിക്കുകയാണ്. തുറന്ന മനോജ് പിന്നെ ധനലക്ഷ്മിയോട്, കൺമണിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ കുഞ്ഞാര മോളെ പിന്നെ ഞാൻ നിന്നെ വെച്ചേക്കില്ല, നിന്നെ ഞാൻ കുത്തി കീറുമെന്ന് വീട്ടിപ്പെടുത്തിക്കൊണ്ട് മനോജ് അവിടുന്ന് പോവുകയാണ്. തുടർന്ന് മനോജ് അവിടുന്ന് പോയ ശേഷം ധനലക്ഷ്മി ദേഷ്യമെല്ലാം അച്ഛനോട് തീർക്കുകയാണ്. അച്ഛനോട് പിന്നെ ധനലക്ഷ്മി പറയുന്നത്, കൺമണിയെ ഇനി നോക്കണ്ട, കൺമണി വില കടുങ്കൈ ചെയ്ത് കാണുമെന്ന് പറയുകയാണ്. അരികെ ചതിച്ചതിനുള്ള നാണക്കേട് മൂലം കൺമണി വില കടുങ്കൈ ചെയ്ത് കാണുമെന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് ശ്രീനിക്ക് പേടിയാവുകയാണ്. തുടർന്ന് ശ്രീനി വേഗം തന്നെ ഫോൺ എടുത്തിട്ട് കൺമണിയെ വിളിക്കുകയാണ്. പക്ഷെ അപ്പോഴും കൺമണിയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണ്.
തുറന്ന് കാണിക്കുന്ന കൃഷ്ണിയാണ്. കൃഷും മഹിയും കൂടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. തുറന്ന് കൃഷി വീണ്ടും മഹിയോട് ഞാൻ വിശ്വസിക്കുന്നില്ല, കൺമണി നമ്മളെ ചതിച്ചു എന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല എന്ന് പറയുകയാണ്. ഇതിന്റെ പിന്നിൽ മറ്റെന്തൊക്കെയോ ഉണ്ടെന്ന് പറയുകയാണ്. എന്നാൽ ഈ സമയത്ത് അങ്ങോട്ടേക്ക് കലിച്ചു തുള്ളിക്കൊണ്ട് ദേവ്ജി വരികയാണ്. ദേവ്ജി വന്ന കൃഷ്ണനോട് തന്നെ ആദ്യം തന്നെ ദേഷ്യപ്പെടുകയാണ്. ആരോട് ചോദിച്ചിട്ടാണ് നിങ്ങൾ കൺമണിക്കെതിരെ ആക്ഷൻ എടുത്തതെന്ന് ചോദിക്കുകയാണ്. കൺമണിയെ നിങ്ങൾ ആരോട് ചോദിച്ചിട്ടാണ് പുറത്താക്കിയതെന്ന് ചോദിക്കുകയാണ്. നിങ്ങൾ എന്നെ ഈ കമ്പനിയിലേക്ക് തിരിച്ചു വിളിച്ച സമയത്ത് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ഒരു കണ്ടീഷൻ വെച്ചിരുന്നു, എനിക്ക് കീഴിൽ കൺമണി ഉണ്ടായിരിക്കണമെന്ന്. എന്നിട്ട് എന്നോട് പോലും ചോദിക്കാതെ നിങ്ങൾ എന്തുകൊണ്ട് കൺമണിയെ പുറത്താക്കിയെന്ന് ചോദിക്കുകയാണ്. ഒരു വാക്ക് എന്നോട് ചോദിക്കാമായിരുന്നില്ലേ എന്ന് ചോദിച്ചുകൊണ്ടാണ് ദേവജി പിന്നെ കൃഷ്ണനോട് ദേഷ്യപ്പെടുന്നത്. എന്നാൽ അത് കേട്ട് കൃഷി പിന്നെ ദേവജിയോട്, അത് ദേവജി, ഞാനിത് കേട്ടതിന്റെ ഷോക്കിലാണ്, എനിക്ക് എന്താണ് ചെയ്യേണ്ടത് എന്താണ് പറയേണ്ടത് എന്നറിയില്ല. ഇന്ന് കാലത്ത് വിദ്യ വീട്ടിൽ വന്നിരുന്നു. വിദ്യ സകല തെളിവുകളുമായിട്ടാണ് വീട്ടിൽ വന്നിട്ട് കൺമണിക്കെതിരെ സംസാരിച്ച കൺമണി അരികെ ചതിച്ചു എന്നുള്ള കാര്യം തെളിവ് സഹിതമാണ് വിദ്യ പറഞ്ഞത്. PR-ന് വേണ്ടി ആ ഡിസൈൻ വരച്ചത് കൺമണിയാണെന്നാണ് വിദ്യ പറഞ്ഞത്. അത് മാത്രമല്ല കൺമണിയുടെ ചേച്ചിയും ഈ കാര്യം തന്നെ വിളിച്ചു പറഞ്ഞു എന്ന് പറയുകയാണെന്നാണ്. അത് കേട്ട് ദേവിക്ക് പിന്നെ നല്ല ദേഷ്യത്തിൽ പിന്നെ കൃഷ്ണനോട്, നിങ്ങൾ അത് ഇപ്പോഴല്ലേ അറിഞ്ഞത്, ഞാനത് പണ്ടേ അറിഞ്ഞതാണെന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് മഹിയും കൃഷ്ണനും. കൺമണി നിങ്ങളെയല്ല ചതിച്ചത്, കൺമണിയാണ് ചതിക്കപ്പെട്ടതെന്ന് പറയുകയാണ് ദേവജി. തുടർന്ന് ദേവജി ഉണ്ടായ കാര്യങ്ങളെല്ലാം കൃഷ്ണയോടും മഹിയോടും പറയുകയാണ്. ബലരാമനാണ് ഇതിന്റെ എല്ലാം പുറകിൽ. ബലരാമൻ കൺമണിയുടെ സഹോദരന് ജോലി കൊടുത്ത് കൺമണിയെയും കൺമണിയുടെ സഹോദരനെ ട്രാപ്പിലാക്കുകയാണ് ഉണ്ടായത്. തുടർന്ന് ചതി മനസ്സിലാക്കി കൺമണി എന്റെ അടുത്ത് ഉള്ളത് സകല സത്യങ്ങളും വള്ളിപുള്ളി തെറ്റാതെ പറഞ്ഞു. അങ്ങനെ PR ഗ്രൂപ്പിന് കിട്ടിയ ആ പ്രോജക്ട് തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടി കൺമണി ആത്മാർത്ഥമായിട്ട് മറ്റൊരു ഡിസൈൻ ചെയ്താണ് നമുക്ക് ആ പ്രോജക്ട് തിരിച്ചു കിട്ടിയത്. അങ്ങനെ കൺമണിക്ക് അറിയാതെ സംഭവിച്ച ആ പിഴവ് കൺമണി അറിഞ്ഞുകൊണ്ട് തന്നെ തിരുത്തി PR-ന് പോയ ആ പ്രോജക്റ്റ് നമുക്ക് തന്നെ തിരിച്ചു വാങ്ങി തന്നു കൺമണി. ബലരാമൻ 10 ലക്ഷം രൂപയാണ് കൺമണിക്ക് കൊടുത്തത്. അത് വലിച്ചെറിഞ്ഞിട്ടാണ് കൺമണി ഇപ്പോൾ നമുക്ക് വേണ്ടി പണിയെടുക്കുന്നത്. ഇപ്പോൾ തന്നെ കൺമണിയുടെ വീട് ജപ്തി ചെയ്യാൻ പോവുകയാണ്. കൺമണി PR ഗ്രൂപ്പിൽ ജോലി ചെയ്യുകയാണെങ്കിൽ അവൾക്ക് കോടികൾ കിട്ടും. സിറ്റിയുടെ നടുക്ക് നല്ലൊരു വീട് വാങ്ങാൻ കൺമണിക്ക് സാധിക്കും. അതെല്ലാം വേണ്ടാതെ വെച്ചിട്ടാണ് കൺമണി നമുക്കൊപ്പം ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യുന്നത്. അങ്ങനെയുള്ള കൺമണിയെയാണ് നിങ്ങൾ സംശയിച്ച് പുറത്താക്കിയിരിക്കുന്നത്. നീ അതെല്ലാം പോട്ടെ, കൺമണി ഇപ്പൊ തെറ്റ് ചെയ്തു എന്ന് തന്നെ ഇരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ പോലും കൺമണിക്ക് പറയാനുള്ളതെങ്കിലും കേൾക്കണ്ടേ? അത് കേൾക്കാതെ എങ്ങനെയാണ് കൺമണിക്കെതിരെ നടപടിയെടുക്കുന്നത്? അല്ലെങ്കിൽ എന്താ പണ്ടത്തെ വല്ല സാമ്രാജ്യവും സാഗർ എന്താ വല്ല ചക്രവർത്തിയുമാണോ എന്ന് ചോദിക്കുകയാണ്. എല്ലാം ഒരു ജനാധിപത്യ രീതിയിൽ വേണം പോകാൻ. വിദ്യ എന്തോ എന്ന് പറഞ്ഞപ്പോൾ എന്ത് കണ്ടിട്ടാണ് നിങ്ങൾ കൺമണിക്കെതിരെ ആക്ഷൻ എടുത്തത്? അത് സത്യമാണോ അല്ലേ എന്ന് നിങ്ങൾ നോക്കാതെ എന്ത് കണ്ടിട്ടാണ് നിങ്ങൾ ആക്ഷൻ എടുത്തതെന്ന് ചോദിക്കുകയാണ്. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കേട്ടാൽ എടുത്തു ചാടി ആക്ഷൻ എടുക്കുകയാണോ വേണ്ടതെന്ന് ചോദിച്ച് കൃഷ്ണനിട്ട് നല്ല പണി കൊടുക്കുകയാണ് ദേവ്ജി. പാവം കൃഷ്, ഈ പണിയെല്ലാം ഒപ്പിച്ചത് സാഗറും സുജാതയുമാണ്. പക്ഷെ ദേവ്ജിയുടെ വായിൽ നിന്ന് വയറ് നിറച്ച് കേട്ടത് കൃഷും. തുറന്ന് കൃഷി പിന്നെ ദേവ്ജിയോട്, ഞാൻ ഒരു നിമിഷം പോലും കൺമണിയെ സംശയിച്ചിട്ടില്ല ദേവ്ജി എന്ന് പറയുകയാണ്. ദേവ്ജി പറഞ്ഞ സത്യം തന്നെയാണ്. കൺമണിക്ക് നമ്മളെ ചതിക്കാനൊന്നും അറിയില്ല. അവൾ നമുക്ക് വേണ്ടിയാണ് എപ്പോഴും പ്രവർത്തിക്കുന്നത്. അലികയുടെ ഉയർച്ചയാണ് കൺമണി ആഗ്രഹിക്കുന്നത്. അതല്ലാതെ അലികയെ ചതിക്കാനൊന്നും കൺമണിക്ക് സാധിക്കില്ല എന്ന് പറയുകയാണ് കൃഷ്. പക്ഷെ വിദ്യ അങ്ങനെ ഒന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ എല്ലാവരും ഷോക്കായി പോയി. എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഞങ്ങൾ ആകെ കിളി പോയി നിൽക്കുകയാണ് ഉണ്ടായത്. തുടർന്ന് കൃഷി പിന്നെ ദേവിജിയോട്, കൺമണിയോട് ഈ ചെയ്ത തെറ്റിന് എന്തായാലും പ്രായശ്ചിത്തം ചെയ്യണമെന്ന് പറയുകയാണ്. അലികയിലെ മറ്റാരെക്കാട്ടും വലിയ ഉയർന്ന പദവിയിലേക്ക് കൺമണിയെ നിയമിക്കണം. ചീഫ് ഡിസൈനറിന് മേലെയുള്ള പദവി കൺമണിക്ക് കൊടുക്കണമെന്ന് കൃഷി പറയാതെ പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ മാനസിക ഒരു പണി കിട്ടിയിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ നമ്മുടെ കമ്പനിയിലുള്ള എല്ലാവരും ഇത് അറിഞ്ഞിരിക്കുകയാണ്. എല്ലാവർക്കും മുമ്പിൽ കൺമണി നാണം കെട്ടിയിരിക്കുകയാണ്. കൺമണി ഓഫീസിൽ വരാതെ എങ്ങോട്ടോ പോയി ഒളിച്ചിരിക്കുകയാണെന്നൊക്കെ പറയുകയാണ് കൃഷ്. തുടർന്ന് ദേവ്ജി പിന്നെ കൃഷ്ണനോട്, നീ വേഗം തന്നെ നിന്റെ അച്ഛനെ വിളിക്കാൻ പറയുകയാണ്, സാഗറിനെ വിളിക്കാൻ പറയുകയാണ്. ഞാൻ തന്നെ സാഗറിനോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞോളാം എന്ന് പറഞ്ഞുകൊണ്ട് കൃഷ്ണ അച്ഛനെ വിളിച്ചു കൊടുക്കുകയാണ്. തുറന്നു കാണിക്കുന്ന ബലരാമനാണ്. ബലരാമൻ ഫോണിലൂടെ കൺമണിയെ ഇങ്ങനെ വിളിക്കാൻ നിൽക്കുകയാണ്. പക്ഷെ എത്ര വിളിച്ചിട്ടും കൺമണിയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. അങ്ങനെ ബലരാമൻ കട്ട കലിപ്പിൽ നിൽക്കുകയാണ്. എന്നാൽ ഈ സമയത്ത് സുമിത്ര അങ്ങോട്ടേക്ക് വരികയാണ്. ബലരാമൻ ഈ ചെയ്യുന്നതെല്ലാം മാറി നിന്ന് സുമിത്ര ഇങ്ങനെ നോക്കുകയാണ്. അതിൽ നിന്ന് നോക്കി ഇങ്ങനെ സന്തോഷിച്ചു നിൽക്കുകയാണ് സുമിത്ര. കൺമണിയുടെ തിരോധാനത്തിൽ സുമിത്രയ്ക്ക് എന്തോ പങ്കുള്ള പോലെയാണ് തോന്നുന്നത്. തുടർന്ന് ബലരാമൻ വേഗം തന്നെ മനോജിനെ വിളിക്കുകയാണ്. എന്നാൽ ഈ സമയത്ത് മനോജ് കൺമണി അന്വേഷിച്ച് ഇറങ്ങിയിരിക്കുകയാണ്. തുടർന്ന് മനോജിനോട് ബലരാമൻ എന്തായി കൺമണി കണ്ടെത്തിയോ എന്ന് ചോദിക്കുകയാണ്. കൺമണി വീട്ടിൽ വന്നോ എന്ന് ചോദിക്കുകയാണ്. തുടർന്ന് മനോജ് ഇല്ല, കൺമണി ഇതുവരെയായിട്ട് വീട്ടിലേക്ക് വന്നിട്ടില്ല, കൺമണിയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണെന്ന് പറയുകയാണ്. ഞാൻ കൺമണിയെ അന്വേഷിച്ച് ഓഫീസിലേക്ക് പോവുകയാണെന്ന് പറയുകയാണ്. കൺമണിയെ ഓഫീസിൽ നിന്ന് പുറത്താക്കി കാണും, അവൾക്കെതിരെ നടപടിയെടുത്ത് കാണുമെന്ന് പറയുകയാണ് മനോജ്. അവർക്ക് മുമ്പിൽ കൺമണി ഇപ്പോൾ കളിയെ പോലെ ആയിരിക്കും. കൺമണി എങ്ങോട്ടാണ് പോയിരിക്കുന്നതെന്ന് അറിയില്ല, ഞാൻ എന്തായാലും ഓഫീസിലേക്ക് പോവുകയാണെന്ന് പറയുകയാണ്. തുടർന്ന് മനോജ് പിന്നെ ബലരാമനോട്, സാർ എനിക്കൊരു സംശയമുണ്ട്, സാറിനും അതുപോലെ തന്നെ സുമിത്ര മേഡത്തിനും എന്റെ പെങ്ങൾ കൺമണിയോട് നല്ല ദേഷ്യമുണ്ട്, നല്ല വെറുപ്പുണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ട് സാറിന്റെ അമ്മ സുമിത്ര മേഡം കൺമണിയെ എന്തെങ്കിലും ചെയ്തു കാണുമോ എന്ന് ചോദിക്കുകയാണ്.
എന്നാൽ അത് കേട്ട് ബലരാമൻ ഒന്ന് ഞെട്ടി നിൽക്കുകയാണ്. തുടർന്ന് ബലരാമൻ പിന്നെ മനോജിനെ ആശ്വസിപ്പിച്ച ഫോൺ വയ്ക്കുകയാണ്. കൺമണിയെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ എന്നെ വിളിച്ചറിയിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഫോൺ വയ്ക്കുന്നത്. തുടർന്ന് ഫോൺ വെച്ച ശേഷം ബലരാമൻ നേരെ നല്ല ദേഷ്യത്തിൽ അമ്മയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. തുടർന്ന് അമ്മയോട് വീണ്ടും ബലരാമൻ സത്യം പറ അമ്മ, കൺമണിയെ അമ്മ എന്താണ് ചെയ്തതെന്ന് ചോദിക്കുകയാണ്. തുടർന്ന് സുമിത്ര വീണ്ടും എന്നത്തെയും പോലെ കൈ ഒഴുകുകയാണ്. ഞാൻ കൺമണിയെ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറയുകയാണ്. തുടർന്ന് ബലരാമൻ വീണ്ടും സുമിത്രയോട് ഞാൻ അത് വിശ്വസിക്കുന്നില്ല അമ്മേ, എനിക്കറിയാം അമ്മയ്ക്ക് കൺമണിയോട് കട്ട ദേഷ്യമുണ്ടെന്ന്, നല്ല ദേഷ്യമുണ്ടെന്ന്, വെറുപ്പുണ്ടെന്ന്, അതുകൊണ്ട് അമ്മ എന്തെങ്കിലും ചെയ്ത് കാണുമെന്ന് പറയുകയാണ്. അതുകൊണ്ട് അമ്മ സത്യം പറ, കൺമണിയെ അമ്മ എന്തെങ്കിലും ചെയ്തോ എന്ന് ചോദിക്കുകയാണ്. കൺമണി ഒരു പാവം കുട്ടിയാണ്, അവളെ വെറുതെ വിടണം എന്ന് പറയുകയാണ്. ഇതും പറഞ്ഞുകൊണ്ട് ബലരാമൻ അമ്മയുടെ കാല് പിടിക്കുകയാണ്. എന്നാൽ അത് കണ്ട് സുമിത്രയ്ക്ക് സന്തോഷമാവുകയാണ്. തുടർന്ന് സുമിത്ര പിന്നെ ബലരാമനോട് പറയുന്നത്, ബലരാമ ഞാനിപ്പോൾ എന്റെ പഴയ കാലമെല്ലാം ഓർക്കുകയാണ്. പണ്ട് നിനക്ക് ചോറ് കിട്ടുന്നതിന് വേണ്ടി നിനക്ക് വിശക്കുമ്പോൾ നീ എന്റെ കാല് പിടിക്കുമായിരുന്നു. അത് ശരി, അമ്മയുടെ കാല് പിടിച്ചിട്ടാണോ ബലരാമൻ പണ്ട് ഭക്ഷണം കഴിച്ചിരുന്നത്? തുടർന്ന് സുമിത്ര വീണ്ടും ബലരാമനോട് ഞാൻ കൺമണിയെ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറയുകയാണ്. കാരണം കൺമണി അലിക്ക് വേണ്ടപ്പെട്ടവരാണ്, സാഗറിനും സുജാതിക്കും വേണ്ടപ്പെട്ടവരാണ്. നിനക്കിപ്പോൾ സാഗറിനോടും സുജാതിയോടും വെറുപ്പോ ദേഷ്യമൊന്നും ഇല്ലല്ലോ, നിനക്കിപ്പോൾ അവരെ അച്ഛനും അമ്മയുമല്ലേ, അതുകൊണ്ട് ഞാൻ അവരോടുള്ള പ്രതികാരമെല്ലാം വിട്ടു എന്ന് പറയുകയാണ്. നിനക്ക് വേണ്ടപ്പെട്ടവരെ ഞാൻ ഇനി ഉപദ്രവിക്കാൻ പോകുന്നില്ല എന്ന് പറയുകയാണ് സുമിത്ര. അതുകൊണ്ട് കൺമണിയുടെ കാര്യത്തിൽ എനിക്ക് യാതൊരു റോളും ഇല്ല എന്ന് പറയുകയാണ്. കൺമണി എവിടെയാണെന്ന് എനിക്ക് അറിയില്ല എന്ന് പറയുകയാണ്. സാഗറിനോട് സുജാതിയോട് ഇനി പ്രതികാരം ചെയ്യണമെന്ന് ഞാൻ ഇനി നിന്നോട് പറയില്ല. പക്ഷെ നീ നിന്റെ അച്ഛന്റെ സ്വപ്നങ്ങൾ തകർക്കരുത്. നിന്റെ അച്ഛൻ ഇങ്ങനെ എഴുന്നേറ്റ് നടക്കണമെങ്കിൽ അവരോടുള്ള പ്രതികാരം നീ നടപ്പിലാക്കണം. അതുകൊണ്ട് നിന്റെ അച്ഛന്റെ സ്വപ്നങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടി നീ അച്ഛനോട് കൊടുത്ത വാക്ക് നീ പാലിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് സുമിത്ര ബലരാമന്റെ കാല് പിടിക്കുകയാണ്. എന്നാൽ അത് കണ്ട് ബലരാമൻ അയ്യോ അമ്മ ഇതെന്താണ് ചെയ്യുന്നത്, അമ്മ എന്തിനാണ് എന്റെ കാല് പിടിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബലരാമൻ അമ്മയുടെ ഈ സങ്കട നാടകത്തിൽ വീഴുകയാണ്. തുറന്നു കാണിക്കുന്ന സാഗറാണ്. സാഗറിനെ ദേവിജി വിളിച്ച് ഉള്ള കാര്യങ്ങളെല്ലാം പറയുകയാണ്. എന്നാൽ അത് കേട്ട് ഷോക്കായി നിൽക്കുകയാണ്. തുടർന്ന് സാഗർ പിന്നെ ദേവിജിയോട് ദേവിജി പറയുന്നതെല്ലാം സത്യമാണോ എന്ന് ചോദിക്കുകയാണ്. ഈശ്വര, ഞാൻ ചെയ്തിരിക്കുന്നത് വലിയൊരു പാപമാണല്ലോ. തുടർന്ന് ദേവിജിയോട് പിന്നെ സാഗർ, ദേവിജി എന്നോട് ക്ഷമിക്കണം, ഞാൻ ചെയ്ത് വല്ലാത്തൊരു എടുത്തുചാട്ടമായി പോയി, ഞാൻ വിദ്യയെ കണ്ണടച്ച് വിശ്വസിച്ചു എന്ന് പറയുകയാണ്. തുടർന്ന് ദേവിജി പിന്നെ സാഗറിനെ ആശ്വസിപ്പിക്കുകയാണ്. കൺമണി ഓഫീസിലേക്ക് വന്നിട്ടില്ല, കൺമണിയെ നമ്മുടെ കമ്പനി പുറത്താക്കിയ കാര്യം കൺമണി എങ്ങനെയെങ്കിലും അറിഞ്ഞു കാണും, അതിന്റെ ഒരു നാണക്കേട് കാരണമായിരിക്കും കൺമണി ഓഫീസിലേക്ക് വരാത്തത്. തുടർന്ന് സാഗർ പിന്നെ ദേവിജിയോട് ദേവിജി പറഞ്ഞ സത്യം തന്നെയാണ്, ഒരു സംഭവത്തിന്റെ സത്യാവസ്ഥ മറ്റൊന്നായിരിക്കും. വിദ്യ പറഞ്ഞു കേട്ടപ്പോൾ എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാൻ സാധിച്ചില്ല, ഞാനത് കണ്ണടച്ച് വിശ്വസിച്ചു എന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് ദേവിജി പിന്നെ സാഗറിനോട് അപവാദം പറഞ്ഞു നടക്കുന്നവർക്ക് അത് കൃത്യമായിട്ട് അറിയാം, എങ്ങനെ അപവാദം പറഞ്ഞാലാണ് അത് വിശ്വസിക്കുക എന്നത്. വിദ്യ നിങ്ങളെ കൃത്യമായിട്ട് കുഴിൽ ചാടിച്ചിരിക്കുകയാണെന്ന് പറയുകയാണ്. എന്നാൽ അതെല്ലാം കേട്ട് ദേഷ്യം വന്ന് നിൽക്കുകയാണ് സാഗർ. അങ്ങനെ വിദ്യയുടെ സസ്പെൻഷൻ ഡിസ്മിസലാവാൻ പോവുകയാണ്. അങ്ങനെ വിദ്യക്ക് പണി കിട്ടിയാൽ ഓട്ടോമാറ്റിക് ആയിട്ടും അടുത്ത പണി കിട്ടാൻ പോകുന്നത് മാനസികമായിരിക്കും. അങ്ങനെ മാലപ്പടക്കത്തിന് തിരികെത്തിക്കാൻ പോവുകയാണ്. തുടർന്ന് ദേവ്ജിയുടെ കയ്യിൽ നിന്ന് കൃഷി ഫോൺ വാങ്ങി സംസാരിക്കുകയാണ്. കൺമണിക്ക് നമ്മളെ ഒന്നും ചതിക്കാൻ സാധിക്കില്ല അച്ഛാ, കൺമണി അരികയുടെ നേട്ടത്തിന് വേണ്ടി മാത്രമേ പ്രവർത്തിക്കൂ, അതല്ലാതെ നമ്മൾ ചതിക്കാനൊന്നും കൺമണിക്ക് സാധിക്കില്ല എന്ന് പറയുകയാണ്. പാവം കൺമണി, ഇപ്പോൾ ഇവിടെയുള്ള എല്ലാവരും കൺമണി കള്ളിയാണെന്ന് പറഞ്ഞ് അബോധം പറഞ്ഞ് നടക്കുകയാണ്. എന്നാൽ അത് കേട്ട് സാഗർ പിന്നെ കൃഷ്ണനോട് നീ അതോർത്തൊന്നും വിഷമിക്കണ്ട, ഞാൻ ഇപ്പോൾ തന്നെ കൺമണിയെ വിളിക്കും, കൺമണിയെ ഞാൻ തന്നെ ഈ ഓഫീസിലേക്ക് കൂട്ടിക്കൊണ്ടു വരും എന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് കൃഷി പിന്നെ അച്ഛനോട് അത് മാത്രം പോരാച്ച, കൺമണിക്ക് നേരെയുണ്ടായ ഈ അപവാദം നമുക്ക് പൊളിച്ചടക്കണം, അല്ലെങ്കിൽ മറ്റാരെക്കാട്ടും വലിയ സ്ഥാനത്താണ് കൺമണി എന്ന് നമ്മൾ തെളിയിച്ചു കൊടുക്കണം. എന്നാൽ അത് കേട്ട് സാഗർ അതിന് സമ്മതം മൂടുകയാണ്. തുടർന്ന് സാഗർ ഫോൺ വയ്ക്കുകയാണ്. തുടർന്ന് സാഗർ പിന്നെ സുജാതയോടും ആന്റിയമ്മയോടും ഉണ്ടായ കാര്യങ്ങളെല്ലാം പറയുകയാണ്. എന്നാൽ അത് കേട്ട് സുജാതയൊക്കെ ഞെട്ടി നിൽക്കുകയാണ്. തുടർന്ന് സാഗർ പിന്നെ സുജാതയോട് നമ്മൾ കൺമണിയോട് ചെയ്തിരിക്കുന്നത് വലിയൊരു തെറ്റാണെന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് സുജാത അതിനിപ്പോൾ സംശയിക്കാൻ എന്തിരിക്കുന്നു, സാഗർ ചെയ്തിരിക്കുന്നത് വലിയൊരു തെറ്റ് തന്നെയാണ്, പൊറുക്കാൻ പോലും പറ്റാത്തൊരു വലിയൊരു തെറ്റ് തന്നെയാണ് നമ്മൾ കൺമണിയോട് ചെയ്തിരിക്കുന്നത്. തുടർന്ന് സാഗർ പിന്നെ കൺമണിയോട് ചെയ്ത തെറ്റ് എങ്ങനെ തിരുത്തണമെന്ന് ഇങ്ങനെ ചിന്തിച്ചു നിൽക്കുകയാണ്. എന്നാൽ ഇതെല്ലാം കേട്ട് ആന്റിയമ്മ ഇങ്ങനെ തലയാട്ടിക്കൊണ്ട് നിൽക്കുകയാണ്, ബൊമ്മ തലയാട്ടുന്ന പോലെ. ഇതും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്.